ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു ബോർഡർ ലൈൻ എംബ്രോയ്ഡറി ആണ് പഠിക്കുന്നത്. ഇത് ഹെറിൻബോൺ സ്റ്റിച്ചാണ്. ഹെറിൻബോൺ സ്റ്റിച്ച് ഉപയോഗിച്ച് ഇതുപോലെ ബോർഡർ തയ്ക്കുക. അതിനുശേഷം ഈ ലീഫ് ഫിഷ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് ലേസി ഡേസി ലീഫാണ്. ഇത് ഫ്രഞ്ച് നോട്ടാണ്. നമുക്ക് ഈ ലീഫ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. മുകളിൽ നിന്ന് കുത്തി നടുഭാഗത്തായിട്ട് താത്തുക നീഡിൽ. അതിനുശേഷം ഇടത് സൈഡിൽ നിന്ന് വീണ്ടും കുത്തിയെടുക്കുക. ഇടത് സൈഡിൽ നിന്ന് കുത്തി വലത് സൈഡിൽ താത്തുക, വലത് സൈഡിൽ നിന്ന് കുത്തി ഇടത് സൈഡിൽ താത്തുക. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫാണ്. ഹാൻഡ് എംബ്രോയ്ഡറി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണിത്. നമ്മളിവിടെ ഫിനിഷായി. ഇനി നമ്മളിവിടെ ഒരു ബുള്ളിയൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക, നടുക്ക് കുത്തി താഴ്ത്തുക. അതിനുശേഷം ഇവിടെ നൂല് സൂചിയിൽ ഒരു 20 വട്ടം ചുറ്റി കൊടുക്കുക. നമുക്ക് ഇവിടെ ഒരു ബുള്ളിയൻ സ്റ്റിച്ച് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ വളരെ കാണാൻ വളരെ മനോഹരമാണ്. ലീഫിനെ ഒന്നുകൂടി സുന്ദരമാക്കാൻ പറ്റും. തൂക്കുക. ഇതുപോലെ നമുക്ക് ഈ ലീഫിന് കൂടി ഇതുപോലെ ഒരു ബുള്ളിയൻ സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് കുത്തിയെടുത്തു. ഇതിലെ കൂടി നീഡിൽ താഴേക്കിടെ കുത്തി താഴ്ത്തി വീണ്ടും ആദ്യം കുത്തിയ പോയിന്റിൽ കുത്തി മുകളിലേക്ക് എടുക്കണം. ഇനി 20 വട്ടം ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിനി ഇത് നീഡിൽ വലിച്ചെടുക്കും മുകളിലേക്ക്. ഇതുപോലെയാണ് കിട്ടുക. നമുക്ക് ഇതുപോലെ ഇവിടെ കുത്തി താഴ്ത്താം. ഇത് നമ്മളിവിടെ ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവർ റെഡിയായി. ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മും ലീഫും ചെയ്ത് കൊടുക്കാം.
ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ചെയ്യാൻ വളരെ എളുപ്പമുള്ള എംബ്രോയ്ഡറിയാണിത്. ബോർഡർ വർക്കാണ്. ഇത് ഹെറിൻ ബോൺ സ്റ്റിച്ചാണ്. ഇത് ഫിഷ് ബോണും ബുള്ളിയൻ സ്റ്റിച്ചുമാണ്. ഇത് ഫ്രഞ്ച് നോട്ടാണ്. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇവിടെയും ബോർഡർ ചെയ്യുക. താങ്ക് യു.